പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നെ ഒരല്പം മനസ്സ് വേദനിപ്പിച്ച ഒരാൾക്ക് വേണ്ടിയാണ്. പേരും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഇൻഡോർ പ്ലാന്റുകളും ഇൻഡോർ പോട്ടുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കയ്യിൽ ഒത്തിരി കാശ് വേണമിത്ത, എൻ്റെ കയ്യിൽ അതിനുള്ള കാശില്ല എന്ന്. ആ സമയം തൊട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ചെറിയൊരു ഐഡിയ ഞാൻ കണ്ടെത്തി അവൾക്ക് പറഞ്ഞു കൊടുത്തത്. ആ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വില കൂടിയ ഇൻഡോർ പോട്ടുകളിലല്ല കാര്യം. വളരെ കുറഞ്ഞ വിലയിൽ പോട്ടുകൾ വാങ്ങി നമുക്ക് നല്ല രീതിയിൽ പെയിൻറ് ചെയ്ത് ഭംഗിയാക്കിയെടുത്ത് അതിൽ നല്ല നല്ല പ്ലാന്റുകൾ നട്ട് വളർത്തുക. പ്ലാന്റുകളുടെ ഭംഗിയാണ് പോട്ടുകളെ ഭംഗിയാക്കുന്നത്. എക്സ്പെൻസീവായ ഇൻഡോർ ഗാർഡൻ അല്ലാതെ ലാളിത്യം തുളുമ്പുന്ന ഹെൽത്തിയായ പ്ലാന്റുകൾ വെച്ചുള്ള മനോഹരമായ ചിലവ് കുറഞ്ഞ ഒരു ഗാർഡനും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പെയിന്റ് ചെയ്യാനും വരക്കാനും ഒന്നും അറിയാത്ത എന്നെപ്പോലുള്ള ആളുകൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ട്രിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനായി നമുക്ക് വേണ്ടത് വളരെ വില കുറഞ്ഞ ഇതുപോലുള്ള പോട്ടുകളാണ്. വെറും 6 രൂപ 8 രൂപ വിലയിൽ വരുന്ന ഈ ഒരു പോട്ടുകൾ വാങ്ങി നമുക്ക് അതിമനോഹരമായി പെയിന്റ് ചെയ്ത് ഒരു ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാം. പോട്ടിൽ പെയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലിൻ്റെ ഈ ഒരു പെയിന്റ് ആണ്. ഇങ്ങനെയൊരു കൂട് പെയിന്റ് വാങ്ങിയാൽ ഒട്ടനവധി പോട്ടിന് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. പെയിന്റിങ്ങും വരയും ഒന്നും അറിയാത്ത ഞാൻ അവൾക്ക് വേണ്ടി 3 പോട്ടുകൾ പെയിന്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനായി നമുക്ക് ഇതുപോലെ ഒരു ബ്രഷും വാങ്ങാം. വരയോ പെയിന്റിങ്ങോ ഒന്നും അറിയാത്ത എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. എന്നെ പോലെയുള്ള വരയും കുറിയും ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റുകൾ ഇഷ്ടമാണ്. വില കൊടുത്ത പോട്ടുകൾക്കിടയിലാണ് നമ്മൾ ഇതുപോലെ പെയിന്റിങ് ചെയ്ത ബോട്ടിലുകൾ വെക്കുന്നതെങ്കിൽ അത്രയൊരു ഭംഗി ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലെ മാത്രമുള്ള പോട്ടുകൾ ചെയ്ത് അതിൽ പ്ലാന്റുകൾ വെച്ച് ഇത് മാത്രമായിട്ടൊരു ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലാളിത്യത്തിൻ്റെ ഒരു മനോഹാരിത ഉണ്ടായിരിക്കും. 2 കളറുകൾ മിക്സ് ചെയ്ത് നമുക്ക് ഓരോ കളറിനെയും ലൈറ്റ് കളറാക്കി മാറ്റിയെടുക്കാം. ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ പോട്ടിന് അടിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ പെയിന്റ് കൊണ്ട് തന്നെ നമുക്ക് 3-4 ബോട്ടിലുകളൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് പോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പതുക്കെ വലിച്ചു കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ലൈനുകളൊന്നും വരാതെ തന്നെ ഇത് പെയിന്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ബോർഡറിന് കളർ കൊടുക്കാനായി ഞാനൊരല്പം റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ തീർന്നിട്ടുണ്ട്. വൈറ്റ് കളർ ആണെങ്കിൽ ഇതിലേറെ ഭംഗി ഉണ്ടാവും. പിന്നെ വരക്കാൻ അറിയുന്ന ആളുകൾക്കാണെങ്കിൽ ഇതിലേറെ ഭംഗിയാക്കി പോട്ടുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഗ്രീൻ കളറും ബോർഡറായിട്ട് റെഡ് കളറുമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പെയിൻറ് നന്നായി നമുക്ക് ഉണങ്ങുവോളം വെയിറ്റ് ചെയ്യുകയും വേണം. പെയിൻറ് ചെയ്യാൻ എടുക്കുന്ന പോട്ടുകൾ നമ്മൾ പഴയതാണെങ്കിൽ നന്നായി വൃത്തിയാക്കി ഉരച്ച് കഴുകിയതിന് ശേഷം വേണം നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കാൻ. ബോർഡർ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് താഴെ ഗ്രീനിലേക്ക് തട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് ജോലിയായാലും അതിൻ്റെ വൃത്തിയോടെ ചെയ്ത് വെക്കുമ്പോഴാണ് ഏത് സിമ്പിളായ വർക്കിൻ്റെയും ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുക. ഇനി അഥവാ താഴേക്ക് അത് ടച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ പ്ലാന്റ് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള പോട്ടുകൾ പുറത്തേക്ക് എറിയുകയാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതിന് ഇങ്ങനെയൊരു ഉപകാരം കണ്ടെത്തിയത്. ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലെല്ലാം ചെയ്തെടുക്കാം. പക്ഷെ അതിനെക്കാട്ടിലേറെ ഒന്നുകൂടെ ഭംഗിയായും ക്യൂട്ടായും നമുക്ക് ഇതുപോലെ പ്ലാന്റ് പോട്ടുകൾ തന്നെ വില കുറഞ്ഞത് സെലക്ട് ചെയ്യുകയാണ് നല്ലത്.
ഇനി ഞാൻ അതിൽ ഇതുപോലെ നീല കളർ വെച്ച് ഡോട്ടുകളിട്ട് ഭംഗിയാക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരക്കാൻ അറിയുന്നവർക്കും അതുപോലെ ഡോട്ടിട്ട് തന്നെ പൂക്കൾ വരക്കാൻ അറിയുന്നവർക്കുമൊക്കെ വളരെ മനോഹരമായി തന്നെ ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാം. പെയിന്റിങ്ങിൽ ഒട്ടും ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഞാൻ കാണിച്ച ഈ ഒരു രീതി പോട്ടുകൾ വലിയ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നോക്കിയേ, അതിലേക്ക് പ്ലാന്റുകൾ വെച്ച സമയത്ത് എന്ത് മനോഹരമാണെന്നറിയാമോ? എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് ഒരു ഭാഗത്ത് ഈ പോട്ടുകൾ മാത്രം ഇതുപോലെ പെയിന്റ് ചെയ്ത് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം. അത് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കാം. പ്ലാന്റുകളെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരികൾ ആരും ഇനി വില കൂടിയ പോട്ടുകൾ അന്വേഷിച്ച് നടക്കാതെ ഇതുപോലെ പോട്ടുകൾ പെയിന്റ് ചെയ്ത് ഈസിയായി തന്നെ പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. ഇല്ലാത്തതിൻ്റെ പുറകെ ഓടിപ്പോകാതെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിമനോഹരമായി ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്തെടുത്ത് വളരെ സന്തോഷമായിട്ട് തന്നെ ഓരോ സമയവും മുന്നോട്ട് നീക്കുക. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ പിന്നെന്ത് ത്രില്ലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്? ഇല്ലാത്തതിൽ നിന്നും കണ്ടെത്തുന്ന മനോഹരങ്ങളായ കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി പെയിന്റ് ചെയ്യാൻ എനിക്കറിയില്ല എന്ന് ആരും പറയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. എന്നെക്കാളേറെ പെയിന്റ് ചെയ്യാൻ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. ഇനി പെയിന്റ് വാങ്ങാൻ കാശില്ലാത്തവർക്ക് ചാക്ക് കൊണ്ടോ തുണി കൊണ്ടോ ഒക്കെ വെച്ച് ഭംഗിയാക്കുന്ന മുൻപത്തെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതും കണ്ടു നോക്കൂ. അങ്ങനെയും നിങ്ങൾക്ക് ഇൻഡോർ പോട്ടുകൾ ഭംഗിയാക്കിയെടുക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഒട്ടനവധി കഴിവുകളുണ്ട്. ആ ഒരു കഴിവുകളൊക്കെ നമുക്ക് ഇതുപോലെ പ്രയോഗിക്കുന്നതിനനുസരിച്ച് കൂടുന്നവയാണ്. കാശ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പഠിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാവുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുകയുള്ളൂ. ഇനിയും ഇതുപോലെ പല പല വീഡിയോസുമായി നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ എല്ലാവരുടെ സപ്പോർട്ടും കൂടെയുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.